സിനിമ നല്ല സൂപ്പർ എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് വിനീത് ശ്രീനിവാസൻ? നല്ല എങ്ങനെയുണ്ട് സിനിമ? നിവിൻ പോളി ഷോ ആണ്. ആണല്ലേ? എങ്ങനെയുണ്ട് ഒരു സ്റ്റോറിയൊക്കെ? എങ്ങനെ ഡബർ ബാൻഡ് സിനിമ എങ്ങനെയുണ്ട്? സെക്കൻഡ് ഹാഫും പൊളി. ഓക്കെ, ഇല്ല ഇതിൽ വ്യത്യാസമുണ്ട്. രണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ കുക്ക് ചെയ്യുന്നുണ്ട്. സെറ്റാണ് പടം, ഒന്നും പറയാം. പടത്തിന്റെ പൊളിയാണ്. ഇപ്പൊ അഭിനയിച്ചതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ലാലേട്ടൻ ശ്രീനിവാസൻ ആ ഒരു കാലഘട്ടം തോന്നിയോ? അങ്ങനെയല്ല, അവരുടെ ചെറിയ മാനറിസംസ് ഉണ്ട്. പക്ഷെ പടം സൂപ്പർ ആയിട്ടുണ്ട്. നിവിൻ പോളിയുടെ ഇമോഷണൽ ആണ് സിനിമ, അതൊരു കോമഡിയാണ്. രണ്ടുണ്ട്. നിവിൻ പോളി വന്നിട്ട് പൊളിച്ചു. അടിപൊളി തകർത്തിട്ടുണ്ട്. പടം നല്ല പടമാണ്. വിനീത് ശ്രീനിവാസന്റെ ഒരു നല്ല ഒരു മൂവിയാണ്. എനിക്ക് വിനീത് ശ്രീനിവാസന്റെ എല്ലാ പടം തന്നെ ഒരു ഫീൽ ഗുഡ് ആയിട്ട് എനിക്ക് നല്ല തോന്നി. അതിനകത്ത് ഒരു വെറൈറ്റി പടം. നമുക്കിപ്പോൾ ഒരു വിനീത് ശ്രീനിവാസന്റെ എല്ലാ പടവും നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ഹൃദയമാണെങ്കിലും തട്ടത്തിമറത്തെ എല്ലാം ഒരു ലവ് ആണെങ്കിലും നമുക്കിതൊരു ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് മൂവിയാണ് വരുന്നത്. ധ്യാനും പ്രണവും ആണെങ്കിൽ എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ധ്യാനും പ്രണവും നല്ലൊരു കോമ്പിനേഷനാണ്. അവർ ചെറുപ്പം തൊട്ട് അവർ ഒരു ഏജ്ഡ് ആയിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് മൊത്തത്തിൽ. ആ ഒരു കാലഘട്ടം അവർ നല്ല രീതിയിൽ തന്നെ, ധ്യാനാണെങ്കിലും പ്രണവാണെങ്കിലും. ധ്യാനിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് ഒരാൾക്ക് നമുക്കൊരു അറിയാം ധ്യാനിൻ്റെ, പക്ഷെ അതൊന്നും അല്ല. ധ്യാനെന്ന് തിര കഴിഞ്ഞിട്ട് ധ്യാനിൻ്റെ ഒരു നല്ല വിനീത് ശ്രീനിവാസൻ തന്നെ ധ്യാനത്തിന് തന്നെ നല്ല രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട്. അതേ പ്രണവാണെങ്കിലും പ്രണവ് മോഹൻലാൽ നമ്മളിപ്പം വിനീത് ശ്രീനിവാസൻ്റെ കഴിഞ്ഞ പടത്തിൽ ഹൃദയത്തിലാണെങ്കിലും ഒരു വിനീത് ശ്രീനിവാസൻ കണ്ട ഒരു പ്രണവുണ്ട്. ആ ഒരു പ്രണവിന് തന്നെ നല്ല രീതിയിൽ തന്നെ ധ്യാനിന് പ്രണയം മാത്രമല്ല ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ വഴങ്ങുമെന്ന് പറഞ്ഞ് അവർ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ നല്ല പോലെ പണി അച്ഛൻ്റെ മക്കളാണെന്ന് പറയത്തില്ല, അത് തന്നെയാണ് വിനീത്. അതിനകത്ത് വിനീതിൻ്റെ ആണ് ഇപ്പം മ്യൂസിക്കാണ്. വിനീതിൻ്റെ ഒരു പടത്തിൻ്റെ എല്ലാ ഒരു ഫോർമാറ്റുകളിലും ഒരു മ്യൂസിക് നല്ല രീതിയിൽ തിയേറ്ററിൽ തന്നെ ഒരു നല്ലൊരു തിയേറ്ററിൽ ചെന്ന പാട്ടൊക്കെ കേട്ട് തന്നെ എൻജോയ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ്. എവിടെയെങ്കിലും നമുക്കൊരു പഴയ ശ്രീനിവാസനെയും മോഹൻലാലിനെയും ഫീൽ ചെയ്തോ? ശ്രീനിവാസനും മോഹൻലാലും നമുക്കൊരു കട്ടിനകത്ത് അവരുടെ ഒരു ഇത് തോന്നുമെങ്കിലും പക്ഷെ അത് ശ്രീനിവാസൻ മോഹൻലാൽ കൂട്ടുകെട്ടല്ല. ശരിക്കും പറഞ്ഞാൽ ധ്യാൻ പ്രണവ് തന്നെ നമുക്ക് എന്ന് വെച്ചാൽ ചെയ്തവരെല്ലാം തന്നെ ഇപ്പം ധ്യാൻ തൊട്ട് ഇപ്പം ലാസ്റ്റ് ഇപ്പം എന്താണ് നിവിൻ പോളി വരെയാണെങ്കിലും എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ വന്ന് നിവിൻ പോളി ആ പടം മൊത്തത്തിൽ കൊണ്ടുപോയെന്ന് പറയാം. പക്ഷെ ഇരുന്നാൽ പോലും ധ്യാനും പ്രണവും അങ്ങനെ തന്നെ ഈ പടം അറിയപ്പെടാം. പക്ഷെ സെക്കൻഡ് ഹാഫിൽ നിവിൻ പോളി സ്വയം ട്രോളിൽ തന്നെ നല്ല രീതിയിൽ തന്നെ വരും. നല്ലൊരു കംബാക്ക് നിവിൻ പോളിയുടെ വന്നിട്ടുണ്ട്. അതാണ് ബാക്കി ആക്ട്രസിനാണെങ്കിൽ ആർക്കും അങ്ങനെ ഒരു റോള് വരുന്നില്ല. കല്യാണി എല്ലാവർക്കും ഒരു ചെറിയ സ്പേസേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവർക്ക് ഇതാണ് ഈ പടത്തിൻ്റെ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് മൂവിയാണ്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മൂവിയാണ്. ഒരു പഴയ 80s 70s 80s ഒക്കെ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. കളർ ടേൺ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും നമുക്കൊരു നല്ല രീതിയിൽ തന്നെ വാച്ച് ചെയ്യുന്ന ഒരു നല്ല മനസ്സ് എറിഞ്ഞ് ഇറങ്ങി പറയാൻ പറ്റും. ഓക്കെ, പടം ഉറപ്പായിട്ടും വിജയിക്കും.